ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ്. നോക്കാം. ആക്ടിവിറ്റി 1. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാക്ക് കണ്ടോ? അതിൽ നിങ്ങൾ പഠിച്ച വാക്കിനെ അണ്ടർലൈൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സോ, ആൻസ്, ബാഗ്, ചിക്ക്, ഡക്ലിംഗ്, പ്ലേയിങ്, ബാഗ് അല്ലേ? ഇതല്ലേ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാ? സോ, ആൻസ്, ബാഗ്, ചിക്ക്, ഡക്ലിംഗ്, പ്ലേയിങ്, ബാഗ് അല്ലേ? ഇതുപോലെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 2. ഇവിടെ 4 പിക്ചർ കണ്ടോ? അവയെ തിരിച്ചറിയാനാ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ? ഒന്നാമത്തേത് ആൻറ്റ്, ഉറുമ്പ്. രണ്ടാമത്തേത് ബാഗ്. മൂന്നാമത്തേത് ചിക്ക്. നാലാമത്തേത് ഡക്ലിംഗ്. കണ്ടില്ലേ? അതുപോലെ എഴുതണേ. ആക്ടിവിറ്റി 3. ചിക്ക് ആൻഡ് ഡക്ലിംഗ് ആർ ബേർഡ്സ്. ചിക്ക് ആൻഡ് ഡക്ലിംഗ് ആർ ബേർഡ്സ്. കോഴിക്കുഞ്ഞും താറാവ് കുഞ്ഞും പക്ഷികളാണ്. നിങ്ങൾക്കറിയാവുന്ന മറ്റു പക്ഷികളുടെ പേര് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇവിടെ കണ്ടോ? ക്രോ എന്ന് കൊടുത്തിട്ടുണ്ട്, കാക്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാ? പീകോക്ക്, ഈഗിൾ, സ്പാരോ, വുഡ്പെക്കർ, ഡൗ, ഓൾ, പാരറ്റ്. ഓക്കെ, ഇതുപോലെ എഴുതണേ. അടുത്ത പേജ് നോക്കാം. ആക്ടിവിറ്റി 4. നിങ്ങളുടെ വീട്ടിൽ പക്ഷികളോ മൃഗങ്ങളോ ഉണ്ടോ? അവർക്ക് കുട്ടികളുണ്ടോ? അതിൻ്റെ കുഞ്ഞുങ്ങളുടെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് അതിന് കളർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കണ്ടോ? ഞാൻ എന്താ വരച്ചിട്ടുള്ളത്? ക്യാറ്റ് അല്ലേ? പൂച്ചയെ കണ്ടോ? ഇതുപോലെ നിങ്ങൾ വരക്കണേ. നന്നായി വരച്ച് അതിന് കളർ കൊടുക്കണേ. എന്നിട്ട് ഇവിടെ താഴെ കണ്ടോ? ഐ ഹാവ് എ ക്യാറ്റ്. എനിക്കൊരു പൂച്ചയുണ്ട്. നിങ്ങൾക്ക് എന്താണുള്ളത്? അതുപോലെ എഴുതണേ. എനിക്കുള്ളത് എന്താ? ഐ ഹാവ് എ ക്യാറ്റ്. എനിക്ക് പൂച്ചയുണ്ട്. ഇറ്റ്സ് നെയിം ഈസ്. അതിൻ്റെ പേരെന്താ? സിസു. ഓക്കെ, നിങ്ങളിതുപോലെ ചിത്രം വരച്ച് അതെന്താണെന്നും അതിൻ്റെ പേരും എഴുതണേ. അടുത്ത പേജ് നോക്കാം. ആക്ടിവിറ്റി 5. ഇവിടെ ഒരു കോഴിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? എ ഹെൻ ക്യാൻ ലേ എ ബിഗ് വൈറ്റ് എഗ്. എ ഹെൻ ക്യാൻ സ്റ്റാൻഡ് ഓൺ just one leg. A hen can run. A hen can walk. A hen can say cluck cluck cluck. ഇനി നമ്മൾ ഒരു പൂച്ചയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് എഴുതണം. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? എ കാറ്റ് ക്യാൻ ക്യാച്ച് റേറ്റ്സ് അല്ലേ? ബാക്കി എന്തൊക്കെയാ? എ കാറ്റ് ക്യാൻ ക്ലൈം ട്രീസ്. എ കാറ്റ് ക്യാൻ ജംപ് ഹൈ. എ കാറ്റ് ക്യാൻ ഡ്രിങ്ക് മിൽക്ക്. എ കാറ്റ് ക്യാൻ മ്യാവ്. ഇനി താഴെ കണ്ടോ? വാട്ട് ക്യാൻ യു ഡു? നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാം? ഐ ക്യാൻ സിംഗ് സോങ്സ്. ഐ ക്യാൻ ഡ്രോ പിക്ചേഴ്സ്. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഐ ക്യാൻ ഹെൽപ്പ് മൈ പാരൻസ്. ഓക്കെ, അടുത്ത പേജ് നോക്കാം. ഈ കഥയിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഇതിൽ ആദ്യം എന്താ സംഭവിച്ചേ? അവസാനം എന്താ സംഭവിച്ചേ? അതിന് നമ്പർ ഇടാനാ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഇട്ടാലോ? ആദ്യം സംഭവിച്ചത് എന്താ? രണ്ടാമത്തെ പിക്ചർ കണ്ടോ? അതല്ലേ ആദ്യം സംഭവിച്ചത്. രണ്ടാമത്തെ സംഭവിച്ചത് എന്താ? നാലാമത്തെ പിക്ചറാണ്. മൂന്നാമത്തെ സംഭവിച്ചത് ഒന്നാമത്തെ പിക്ചറാണ്. നാലാമത് സംഭവിച്ചത് മൂന്നാമത്തെ പിക്ചർ. ഇതുപോലെ നമ്പർ ഇടണേ. ഓക്കെ, അടുത്ത പേജ് നോക്കാം. ഇവിടെ ഒരു കോഴിയും 3 ബോക്സും കണ്ടോ? അതിലേതാ ശരി? അതിന് ടിക്ക് ഇടാനാ പറഞ്ഞിട്ടുള്ളത്. ഐ നോ വാട്ട് ദ ഹെൻ ഗിവ്സ് മീ. ഐ നോ വാട്ട് ദ ഹെൻ ഗിവ്സ് മീ. കോഴി എനിക്ക് എന്താ തരുന്നത് എന്നെനിക്കറിയാം. എന്താ തരുന്നത്? ഇവിടെ 3 ഓപ്ഷനാണ് ഉള്ളത്. മഗ്, egg,
ലെഗ്. എന്താ തരുന്നത്? കോഴി എന്താ തരുന്നത്? എഗ്. കണ്ടോ? അതുപോലെ ടിക്കിടണേ. ഐ നോ ഹൂ വിൽ കം ഔട്ട് ഓഫ് ദി എഗ്. ഐ നോ ഹൂ വിൽ കം ഔട്ട് ഓഫ് ദി എഗ്. എനിക്കറിയാം മുട്ടയിൽ നിന്ന് ആരാണ് പുറത്ത് വരുന്നത്. ആരാണ് പുറത്ത് വരുന്നത്? ഇവിടെ 3 എണ്ണം ഉണ്ട്. ചിക്ക്, ഫിഷ്, റാറ്റ്. ആരാ? ചിക്ക്. ഓക്കെ. ഐ നോ ഹൂ ക്യാൻ സ്വിം. എനിക്കറിയാം ആർക്കൊക്കെ നീന്താൻ കഴിയുമെന്ന്. ആർക്കൊക്കെ നീന്താൻ പറ്റും? വോം, ചിക്ക്, ഡക്ലിംഗ്. ആർക്കാ? ഡക്ലിംഗ്. ഓക്കെ. ഇതുപോലെ ടിക്കിടണേ. നമ്മുടെ യൂണിറ്റ് 2 ഇവിടെ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. ദ ഫാറ്റ് കാറ്റ് എന്നാണ് പേര്. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.